മീഡിയ വൺ ചാനലിനെ കുറിച്ചാണ്. മീഡിയ വണ്ണിൻ്റെ ലോഗോയും മറ്റും ഉപയോഗിച്ച് അതിൻ്റെ എഡിറ്റർമാരുടെ ഫോട്ടോ വെച്ച് വ്യാജ പ്രചരണം നടത്തി എന്നതിൻ്റെ പേരിൽ രണ്ടുപേർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിൻ്റെ പരാതിയിലാണ് രണ്ടുപേർക്കെതിരെ കേസെടുത്തത്. പോലീസ് നടപടി സ്വീകരിക്കുകയും അതിലൊരാൾ SDPI പ്രവർത്തകനും മറ്റൊരാൾ CPMുമായി ബന്ധപ്പെട്ടയാളാണെന്ന് മീഡിയ വൺ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പുതിയ AI കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ച കാലഘട്ടത്തിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിൽ സാധിക്കും. അത് ജെമിനിയോടും ChatGPTയോടും ഒക്കെ പറഞ്ഞാൽ ആ സംവിധാനങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കി തരും. അത് ഒറിജിനലോ വ്യാജമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒറിജിനലോ വ്യാജമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രണ്ട് ഷെയർ ചെയ്ത ആളുകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് അതിനുശേഷം വീണ്ടും 14 പേർക്കെതിരെ കേസെടുത്തു എന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് പാർട്ടി പ്രവർത്തകരാണെന്ന് മീഡിയ വണ്ണിന്റെ വാർത്തയിലില്ല. ഈ 14 പേർക്ക് പാർട്ടിയില്ലേ, അവർ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം SDPIയുടെ ഒരു പ്രവർത്തകൻ ഇത് ഷെയർ ചെയ്തു എന്നതിന്റെ തലക്കെട്ടോടു കൂടി വാർത്ത കൊടുത്ത മീഡിയ വൺ ഇന്നും 14 പേരുടെ എതിരെ കേസെടുക്കുമ്പോൾ അത് ആരാണെന്ന് പറയുന്നില്ല. പറഞ്ഞു വരുന്നത് SDPI മീഡിയ വണ്ണിനെതിരെ വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നും SDPI പ്രവർത്തകരാണ് ഇത്തരം വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ കേന്ദ്ര ബിന്ദുവെന്നും പറയാൻ വേണ്ടിയിട്ടായിരിക്കാം മീഡിയ വൺ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഇന്ന് അതുമൊക്കെ അതിലൊരാൾ SDPI പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാം, ഒരാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് 14 പേരുടെ ക്കെതിരെ കേസെടുക്കുമ്പോൾ അവർ ആരാണെന്ന് മീഡിയ വൺ പറയുന്നില്ല. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് മീഡിയ വൺ പറയുന്നില്ല. മറ്റൊന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ SDPIയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങളാണല്ലോ മീഡിയ വൺ നടത്തിയത്. പ്രത്യേകിച്ചും അതിൻ്റെ ആങ്കർമാർ മുതൽ മാനേജിംഗ് എഡിറ്റർമാർ മുതൽ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വരെ. ആദ്യമായിട്ട് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് SDPI ദേശീയ പ്രസിഡന്റായ MK ഫൈസിക്ക് കോടതി നടപടികളിലൂടെ ലഭിച്ച സ്വാഭാവികമായ ജാമ്യത്തെ ഡീലാണെന്ന് പറഞ്ഞത് മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമത്തിന്റെ ഡൽഹി ലേഖകനായ ഹസനുൽ ബന്നയാണ് ആദ്യം പറഞ്ഞത്. തുടർന്ന് അതിനുശേഷം മീഡിയ വൺ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടത്തിയത്. അഥവാ കേരളത്തിൽ SDPI BJPയുമായി ഡീൽ ചെയ്യുന്നു എന്നാണ് മീഡിയ വൺ പറഞ്ഞു വരുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഉദ്ദേശം എന്നുള്ളത്. അതിനുവേണ്ടി അവരുടെ എഡിറ്റോറിയൽ പ്രോഗ്രാം മുതൽ ഓട്ടോ ഫോക്കസ് എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി വരെ അതിനുപയോഗിച്ചു. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന വ്യക്തിയെ പറ്റി അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ ആക്കി മാറ്റിയതടക്കം ഡീലിന്റെ ഭാഗമാണെന്നാണ് സി ദാവൂദ് അടക്കമുള്ള ആളുകൾ നുണപ്രചരണം നടത്തിയത്. തുടർന്ന് അതിനുശേഷം തലശ്ശേരി നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടെ മത്സരിക്കുന്ന NDF പ്രവർത്തകനായ ഫസലിന്റെ കൊലപാതക കേസിലെ പ്രതി കരായ് രാജനുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടയിൽ തലശ്ശേരിയിൽ അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ അബൂബക്കർ എന്ന SDPIയുടെ പ്രഥമ ദേശീയ പ്രസിഡന്റും അന്നത്തെ NDF ചെയർമാനുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സി ദാവൂദ് പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ തലശ്ശേരിയിൽ വന്നപ്പോൾ, അഥവാ ഇത്രയും കലുഷിതമായ സാഹചര്യത്തിൽ അവിടെ ഒരു ഹർത്താൽ അടക്കമുള്ള അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ തലശ്ശേരിയിൽ തന്നെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വന്ന ദാവൂദ് അവിടെ ഈ കൊലപാതകം നടന്നതിന് ശേഷം ഒരു പ്രതിഷേധ യോഗം നടക്കുന്നുണ്ടെന്നും അവിടെ തലശ്ശേരിയിലെ ഈ ആശുപത്രിയിൽ വെച്ച് താലൂക്ക് ആശുപത്രിയുടെ മതിലിന് മുകളിൽ കയറി ഇന്ന് തിഹാർ ജയിലിൽ കഴിയുന്ന അബൂബക്കർ എന്ന SDPIയുടെ പ്രഥമ ദേശീയ പ്രസിഡന്റായ അബു സാഹിബ് അവിടുത്തെ പരിവാരങ്ങളോട് പറഞ്ഞു എന്നും ഇതിന് പിന്നിൽ CPM ആകരുതേ എന്നും RSS ആണ് ഇതിന് പിന്നിൽ എന്നും പറഞ്ഞുവെന്നും ഇതും അവർ പരമ്പരാഗതമായി നടത്തുന്ന ഡീലിന്റെ രൂപത്തിലുള്ള കാര്യങ്ങളാണ് എന്നുമാണ് അന്ന് സി ദാവൂദ് നുണപ്രചരണം നടത്തിയത്. അഥവാ അവിടെ ഇല്ലാത്ത ആ സാഹചര്യത്തിൽ അവിടെ പ്രസംഗിക്കാത്ത അബു സാഹിബ് എന്ന വ്യക്തിയെ സാധാരണഗതിയിൽ സി ദാവൂദിനെ പോലെയുള്ള ജമാഅത്ത് ശൂറ അംഗത്തിന് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയെ പറ്റിയുള്ള വ്യാജങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അന്നും മീഡിയ വൺ പ്രചരിപ്പിച്ചിരുന്നത്. പറഞ്ഞു വരുന്നത് SDPIയെ ലക്ഷ്യമാക്കി മീഡിയ വൺ നിരന്തരമായി കൊടുക്കുന്ന വാർത്തകളുടെ ബാക്കി പത്രമാണിത്. മീഡിയ വൺ ഇപ്പോൾ ഒരു പ്രൊപ്പഗണ്ട ചാനൽ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ UDFന് വേണ്ടി PR വർക്ക് ചെയ്യുന്ന, VD സതീശന് വേണ്ടി PR വർക്ക് ചെയ്യുന്ന
ദേശീയ തലത്തിൽ തന്നെ ഗോദി മീഡിയ എന്നറിയപ്പെടുകയാണല്ലോ നരേന്ദ്രമോദിക്ക് വേണ്ടി സ്തുതി പാടുന്ന മീഡിയകൾ. അതുപോലെ തന്നെ കേരളത്തിൽ UDF-നും VD സതീശനും ഒക്കെ സ്തുതിപാഠകരായി ഒരു ചാനൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് മീഡിയ വൺ ഏൽത്തി നിൽക്കുന്ന അവസ്ഥ എന്നുള്ളത്. നിരന്തരമായി ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം VD സതീശനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, അദ്ദേഹത്തിന്റെ മാറ്റിപ്പറച്ചിലുകൾ, നിലവിൽ നടക്കുന്ന PM ശ്രീ അടക്കമുള്ള പദ്ധതികളെ നടപ്പാക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ UDF സംസാരിക്കുന്നത് മുതൽ തുടർച്ചയായ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും ഒരു പ്രശ്നവും കാണാത്ത മീഡിയ വൺ ഇപ്പോഴും ഇടത് ഹിന്ദുത്വയും SDPI ബന്ധപ്പെട്ട അവരുടെ നിലപാടുകളും മാത്രമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരായ രൂക്ഷ വിമർശനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്ന മീഡിയ വൺ അവർ ജമാഅത്ത് ഇസ്ലാമിയും UDF-ഉമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഡീലുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുറത്തുള്ള ജനങ്ങൾക്കാകം കാണുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.